നോർമൽ നോൺ ഫ്ലുവൻസിയും സ്റ്റട്ടറിങ്ങും തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, അതിൽ മെയിൻ ആയിട്ടുള്ള 3 കാര്യങ്ങൾ ഇപ്പോൾ പറയാം. അതിൽ ഫസ്റ്റത്തെ വൺ ഈസ് കൺസിസ്റ്റൻസി. അതായത് സ്റ്റട്ടറിങ്, അതായത് വിക്ക് വരുമ്പോൾ ഒരാൾക്ക് വരുന്ന തെറ്റുകൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. പല സാഹചര്യങ്ങളിലും ഇത് കൺസിസ്റ്റൻ്റ്ലി ആൾ തെറ്റ് വരുത്തിക്കൊണ്ടേയിരിക്കും. സെക്കൻഡ് തിങ്, അവരുടെ അവെയർനെസ്. അതായത് നോർമൽ നോൺ ഫ്ലുവൻസി വരുമ്പോൾ ഒരു കുഞ്ഞ് അവൻ തെറ്റിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ള ഐഡിയ മാക്സിമം ഉണ്ടായിരിക്കത്തില്ല. അവരവരുടെ നോർമലി സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന രീതി തന്നെയായിരിക്കും. അവരൊട്ടും ഇതിന് അവെയറേ ആയിരിക്കത്തില്ല. സ്റ്റട്ടറിങ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു കുട്ടി അവരുടെ ആ തെറ്റുകളെക്കുറിച്ച് വളരെ അവെയർ ആയിരിക്കും. മൂന്നാമത്തെ ഫിസിക്കലി വരുന്ന കുറച്ച് സ്ട്രഗിൾസ് ആണ്. അതായത് ഫിസിക്കലി സ്ട്രഗിൾസ് എന്ന് പറയുന്നത്, സ്റ്റട്ടറിങ് ഉള്ള ഒരാൾ തെറ്റ് വരുത്തുമ്പോൾ തെറ്റ് വരുന്നതിൻ്റെ കൂടെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ചേഞ്ച് ചെയ്യും. കണ്ണിടയ്ക്കൊന്ന് ബ്ലിങ്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. കയ്യിലോ കാലിലോ ടെൻഷൻ കാണും. അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ സംസാരിക്കും. രണ്ടിൻ്റെ ഡിഫറൻസസ് ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു കുട്ടിക്ക് നോർമലായിട്ട് അവർ തെറ്റിച്ച് പറയുന്നതാണോ അത് വിക്കാണോ എന്നുള്ളത് എങ്ങനെ പാരൻസിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക? അല്ലെങ്കിൽ പാരൻസ് എപ്പോഴാണ് അതിനെക്കുറിച്ച് വെറി ചെയ്യേണ്ടത്? ചില കുട്ടികൾ ഒരു 2-3 വയസ്സ് പ്രായമുള്ളപ്പോൾ വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് വിക്കാണോ? ഒരു കുഞ്ഞിൻ്റെ 2 to 3 ഇയേഴ്സ് ഉള്ള ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അവൻ സംസാരം പഠിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പീച്ച് വരുന്ന ഒരു സമയമാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് അവർക്ക് നോർമലി ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അതായത് ഞാൻ എങ്ങനെ ഒരു സെൻറ്റൻസ് പറയണം, അല്ലെങ്കിൽ ഫസ്റ്റ് ഏത് വേർഡ് ഇടണം, എങ്ങനെയുള്ള ഈ മിനിമലായിട്ടുള്ള ഒരു കൺഫ്യൂഷൻസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഇതിന് പൊതുവേ നമ്മൾ അവരുടെ സ്പീച്ചിൽ ഒരു ബ്രേക്ക് ഡൗൺസ് ആയിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് ഒരു റിവിഷൻസ് ആയിട്ട് ഒരു വേർഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതായിട്ട് ഇങ്ങനെ കാണിക്കും. ഇതിനെ നമ്മൾ നോർമലി പറയുന്നത് നോർമൽ നോൺ ഫ്ലുവൻസി എന്നാണ്. ഇത് സ്റ്റട്ടറിങ്ങിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് പൊതുവെ നമ്മൾ പറയുവാണെങ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി വരുവാണ്. അത് പല കുട്ടികളും കാണിക്കും. ഒരു വിധപ്പെട്ട എല്ലാ കുട്ടികളിലും ഇത് കാണുമായിരിക്കും. പക്ഷേ ഇത് ഒരു പീരീഡിന് ശേഷം ഇത് ഒബ്സർവേഷൻ നമ്മളുണ്ടാകും. അപ്പോൾ ഈ നോർമൽ നോൺ ഫ്ലുവൻസിയും വിക്കും തമ്മിൽ എന്താ വ്യത്യാസം? നോർമൽ നോൺ ഫ്ലുവൻസിയും സ്റ്റട്ടറിങ്ങും തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, അതിൽ മെയിൻ ആയിട്ടുള്ള 3 കാര്യങ്ങൾ ഇപ്പോൾ പറയാം. അതിൽ ഫസ്റ്റത്തെ വൺ ഈസ് കൺസിസ്റ്റൻസി. അതായത് സ്റ്റട്ടറിങ്, അതായത് വിക്ക് വരുമ്പോൾ ഒരാൾക്ക് വരുന്ന തെറ്റുകൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. പല സാഹചര്യങ്ങളിലും ഇത് കൺസിസ്റ്റൻ്റ്ലി ആൾ തെറ്റ് വരുത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ നോർമൽ നോൺ ഫ്ലുവൻസി നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കുട്ടികളിൽ കാണുന്ന ഈ ചെറിയ ചെറിയ ബ്രേക്ക് ഡൗൺസ് അല്ലെങ്കിൽ എറേഴ്സ് എപ്പോഴും കണ്ടുവരുന്നതല്ല. ഒരു ദിവസം നമ്മൾ കണ്ട ഒരു കാര്യം അല്ലെങ്കിൽ അവൻ തെറ്റിച്ചൊരു കാര്യം നെക്സ്റ്റ് ഡേ അവൻ തെറ്റിക്കാതെ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറയും നമുക്ക് കാണാം. സെക്കൻഡ് തിങ്, അവരുടെ അവെയർനെസ്. അതായത് നോർമൽ നോൺ ഫ്ലുവൻസി വരുമ്പോൾ ഒരു കുഞ്ഞ് അവൻ തെറ്റിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ള ഐഡിയ മാക്സിമം ഉണ്ടായിരിക്കത്തില്ല. അവരവരുടെ നോർമലി സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന രീതി തന്നെയായിരിക്കും. അവരൊട്ടും ഇതിന് അവെയറേ ആയിരിക്കത്തില്ല. സ്റ്റട്ടറിങ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു കുട്ടി അവരുടെ ആ തെറ്റുകളെക്കുറിച്ച് വളരെ അവെയർ ആയിരിക്കും. അവർ തെറ്റ് വരുത്തുന്ന സമയത്ത് അവരുടെ മുഖത്ത് ഫേഷ്യൽ എക്സ്പ്രഷൻ വരെ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. മൂന്നാമത്തെ ഫിസിക്കലി വരുന്ന കുറച്ച് സ്ട്രഗിൾസ് ആണ്. അതായത് ഫിസിക്കലി സ്ട്രഗിൾസ് എന്ന് പറയുന്നത്, സ്റ്റട്ടറിങ് ഉള്ള ഒരാൾ തെറ്റ് വരുത്തുമ്പോൾ തെറ്റ് വരുന്നതിൻ്റെ കൂടെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ചേഞ്ച് ചെയ്യും. കണ്ണിടയ്ക്കൊന്ന് ബ്ലിങ്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. കയ്യിലോ കാലിലോ ടെൻഷൻ കാണും. അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ സംസാരിക്കും. ഇതെല്ലാം സ്റ്റട്ടറിങ്ങിൽ വരും. പക്ഷേ നോർമൽ നോൺ ഫ്ലുവൻസിയിൽ ഒരു കുഞ്ഞ് ഇത് തെറ്റ് ചെയ്യുന്ന സമയത്ത് അവന് ഈ രീതിയിലുള്ള ഒരു ഫിസിക്കൽ കൺകമ്മിറ്റൻസും ഉണ്ടായിരിക്കത്തില്ല. അവർ സ്റ്റിൽ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അവർ സ്റ്റിൽ ഫ്ലുവൻ്റ്ലി നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കാം. അല്ലെങ്കിൽ ഐ ബ്ലിങ്ക്സോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണത്തില്ല. ബട്ട് അവരുടെ സ്പീച്ച് അൺക്ലിയർ ആയിരിക്കും. രണ്ടിൻ്റെ ഡിഫറൻസസ് ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു കുട്ടിക്ക് നോർമലായിട്ട് അവർ തെറ്റിച്ച് പറയുന്നതാണോ അത് വിക്കാണോ എന്നുള്ളത് എങ്ങനെ പാരൻസിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക? അല്ലെങ്കിൽ പാരൻസ് എപ്പോഴാണ് അതിനെക്കുറിച്ച് വെറി ചെയ്യേണ്ടത്? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ, അതായത് കൺസിസ്റ്റൻ്റ്ലി കുട്ടി തെറ്റ് വരുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്പർ ഓഫ് തെറ്റുകൾ കൂടി വരുന്നുണ്ടോ, പിന്നെ തെറ്റ് വരുത്തുന്ന ഒരു കാര്യം അവർ ഭയങ്കരമായിട്ട് അവെയർ ആണോ, തെറ്റ് വരുത്തുമ്പോൾ തന്നെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് മാറുന്നുണ്ടോ, ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യാതെ വരുന്നുണ്ടോ, പിന്നെ ഒപ്പം തന്നെ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒരു 6 മാസത്തിൽ കൂടുതലും കൺസിസ്റ്റൻ്റ്ലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആസ് എ പാരൻറ്റ് നമ്മൾ കുറച്ചും കൂടി അതിന് അഡ്രസ്സ് ചെയ്യേണ്ടത്. കുട്ടികൾ സംസാരിക്കുമ്പോൾ തെറ്റുകളൊക്കെ വരുത്തുന്നുണ്ട് എന്നത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആസ് എ പാരൻറ്റ് അവരെന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു കുട്ടി തെറ്റ് വരുത്തുമ്പോൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ബ്രേക്ക് ഡൗൺസ് കാണിക്കുമ്പോൾ അവനത് ഒട്ടും അവെയർ അല്ലെങ്കിൽ ആസ് എ പാരൻറ്റ് നമ്മൾ അവനെ അത് അവെയർ ആക്കാതിരിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, അത്യാവശ്യം വേണ്ട സമയം അവർക്ക് കൊടുക്കുക. ഒരു കാര്യം പറഞ്ഞു തീർക്കാനുള്ള ആ തിടുക്കം കൊടുക്കും തോറും അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് അവൻ്റെ അടുത്ത് അത് പറഞ്ഞു തീർക്കണം എന്ന് പറയും തോറും തെറ്റ് വരുത്താൻ സാധ്യതകളുണ്ട്. സോ ഗീവ് ഹിം ഇനഫ് ടൈം ടു കംപ്ലീറ്റ് ദറ്റ് സെൻറ്റൻസ്. പിന്നെ ഒരു കുട്ടി ഇപ്പോൾ തെറ്റ് വരുത്തുന്ന സമയം, എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അവൻ വെള്ളം ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടി പറയുന്നത് എനിക്ക് വെള്ളം വേണം. ഇങ്ങനെ ആ വെള്ളം എന്നുള്ള വേർഡിൽ സ്ട്രഗിൾ കാണുമ്പോൾ തന്നെ ആസ് എ പാരൻറ്റ് നമ്മൾ പോയിട്ട് മോന് വെള്ളം വേണോ എന്ന് ചോദിക്കുമ്പോൾ ആക്ച്വലി അവൻ കുറച്ചുകൂടി അവിടെ കോൺഷ്യസ് ആവും. സോ അങ്ങനെ ഒരു സ്ട്രഗിൾ കാണിക്കുന്ന സമയം നമ്മൾ സൈലൻ്റ് ആയിട്ടിരുന്ന്
ആ സെൻറ്റൻസ് അവൻ കംപ്ലീറ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ സ്പീച്ച് മോഡൽ എപ്പോഴും നമ്മളായിരിക്കും. നമ്മൾ സംസാരിക്കുന്നതിൻ്റെ റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ ഒരു കുട്ടി നമുക്ക് തരുന്ന റെസ്പോൺസിൻ്റെ റേറ്റും ഫാസ്റ്ററായിരിക്കും. ഫാസ്റ്ററായിട്ട് പറയുമ്പോൾ തെറ്റ് വരുത്താനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. സോ നമ്മളൊരു കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവൻ്റെ അതേ ലെവലിൽ അവൻ എന്ത് ലാംഗ്വേജ് ആണോ യൂസ് ചെയ്യുന്നത് സെയിം സിംപ്ലിഫൈഡ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് സമയമെടുത്ത് നമ്മുടെ തന്നെ സ്പീച്ച് സ്ലോ ഡൗൺ ചെയ്ത് സംസാരിക്കുക. ഇത് അവനും പ്ലാൻ ചെയ്യാൻ കൂടുതൽ സമയം കൊടുക്കും. തെറ്റുകൾ വരുത്താതെ ഒരു റെസ്പോൺസ് തരാനുള്ള ടൈമും ആൾക്ക് കൊടുക്കും.